ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മേ, ചായ. എനിക്ക് വേണ്ട. അല്ല, എന്ത് തീരുമാനിച്ചു അച്ഛനും മോളും കൂടി? പരാതി കൊടുക്കണം. സുധിയുടെ മരണത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. നീ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ? അതാ എനിക്കറിയണ്ടേ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അമ്മേ. തനിച്ചായി പോയതുപോലെ തോന്നുക. സുധിയേട്ടൻ പോയെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസം ഉണ്ടായിരുന്നു ഇത്രയും കാലം. പക്ഷെ അതിപ്പോ പോയി. നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ പോയത്. സുധിയെ സ്നേഹിക്കുന്ന പോലെ എന്തുകൊണ്ട് നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? അവന്റെ അമ്മയല്ലേ ഞാൻ. എനിക്ക് പറ്റുന്നുണ്ടല്ലോ അമ്മേ. എനിക്ക് അമ്മയുടെ ഇഷ്ടം തന്നെയാണല്ലോ. എന്നിട്ടാണോടി അവന്റെ പേരിലുള്ള ആ ജോലി എനിക്ക് തരാൻ നീ മടിക്കുന്നത്? നീ കാരണം എനിക്ക് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ മകൻ മരിച്ചു, മകളുടെ ജീവിതം തുലാസിലായി, എന്റെ ഭർത്താവിനെ എന്നിന്ന് അകറ്റി. ഏറ്റവും അവസാനം എനിക്ക് കിട്ടേണ്ട ജോലി അതും തട്ടിയെടുക്കാൻ നോക്കുന്നു. നീ ഒരിക്കലും ഗതി പിടിക്കില്ലടി. അമ്മമാരുടെ ശാപമേറ്റ മക്കൾ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്റെ കണ്ണീര് ജീവിതാവസാനം വരെ നിന്നെ വേട്ടയാടും. എന്തിനമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നെ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ പൂജിക്കണോ? എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തവളാ നീ. നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. നീ കണ്ടോ, എന്റെ വാക്കുകൾ വെറുതെ ആവില്ല. അനുഭവിക്കും, നീ നരകിക്കും. നീ ഇപ്പൊ കരയുന്നത് സങ്കടം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്റെ കണ്ണിൽ പൊടിയിടാനുള്ള സൂത്ര ഈ കരച്ചില്. നിന്നെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ആ ജോലി എനിക്ക് നീ വിട്ടുതരണം. ഒരുപാട് ആശിച്ചതാ ഞാൻ. എന്ത് വില കൊടുത്തും ഞാനത് നേടും. പിന്മാറിയാൻ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലും ആ ജോലി ഞാൻ തന്നെ നേടിയെടുക്കും. അമ്മ, സുധിയേട്ടനെ ഓർത്ത് കഴിയാൻ ആ ജോലി എനിക്ക് വേണോ അമ്മേ? തരില്ലടി. നീ എന്തൊക്കെ തരത്തിൽ മോഹിച്ചാലും ഞാനത് വിട്ടുതരില്ല. നീ കഴിവുള്ളവളാണെങ്കിൽ ആ ജോലി നേടിയെടുക്കാൻ ശ്രമിച്ചു നോക്ക്. നമുക്ക് നോക്കാം, നീയാണോ ഞാനാണോ ജയിക്കാൻ പോകുന്നേന്ന്. അല്ല, എന്തുപറ്റിയെടുത്തി? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞു കാണുമല്ലേ? ഈ വീട്ടിൽ ഇനി സമാധാനത്തോടെ കഴിയാന്ന് ഏട്ടത്തി വിചാരിക്കണ്ട. ജോലി കിട്ടിയ ആ നിമിഷം തന്നെ ഇവിടുന്ന് മാറുന്നതാ നല്ലത്. വല്ല ഹോസ്റ്റലിലും പോയി നിക്കണം. പിന്നെ ഇവിടെ ഉള്ളവരുടെ ദുർമുഖം കാണേണ്ടി വരില്ലല്ലോ. എനിക്കങ്ങനെ ഈ വീട് വിട്ടു പോകാൻ പറ്റുമോ നിത്യ? ഇതെന്റെ സുധേട്ടന്റെ വീടല്ലേ. സുധേട്ടന്റെ ഓർമ്മകൾ ഇവിടെ ഉള്ളപ്പോ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന സമാധാനം എനിക്ക് കിട്ടോ? ഞാൻ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. പോണോ പോണ്ടേന്നൊക്കെ ചേച്ചി തീരുമാനിച്ചാ മതി. പോണെന്ന് പലവട്ടം എനിക്കും തോന്നിയിട്ടുണ്ട്. കുത്തുവാക്കൾ കേട്ട് മടുത്തു. പക്ഷെ നിന്നെ അച്ഛനൊക്കെ തനിച്ചാക്കിയിട്ട് എനിക്കങ്ങനെ പോകാൻ പറ്റുമോ മോളെ? ഒരു ഭാഗത്ത് സുധേട്ടന്റെ ഓർമ്മകള്, മറുഭാഗത്ത് നീയും അച്ഛനും. ഞാനിവിടെ നിറങ്ങിയ
ആ ശരത്ത് അവന്റെ തനി നിറം കാണിക്കും. മനുഷ്യരെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്തവനവൻ. ഇനി ഈ വീട്ടിൽ ഒരു അത്യാഹിതവും സംഭവിക്കരുത്. അതെനിക്ക് നിർബന്ധമുണ്ട്. ജോലിയുടെ കാര്യത്തിലേ ഏട്ടത്തി ഒരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട. അമ്മ വിവരമില്ലാത്തതുകൊണ്ടാ ഓരോന്നൊക്കെ പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴേ അമ്മയ്ക്ക് തന്നെ സത്യം മനസ്സിലായിക്കോളും. ഇങ്ങനൊരു തർക്കം വന്നതുകൊണ്ട് രണ്ടുപേർക്കും ജോലി കിട്ടാതെ പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഡൈയിങ്ങിന് ആറിന് സാറുടെ അവകാശമൊന്നുമല്ല. സർക്കാരിനത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, ഓർഡർ മരവിപ്പിക്കാം. അത് തന്നെയാ ഇപ്പൊ അവരുടെയും ലക്ഷ്യം. അമ്മയ്ക്കില്ലെങ്കിൽ ഏട്ടത്തിക്കും വേണ്ടെന്നുള്ള നിലപാടാ അവർക്കൊക്കെ. എല്ലാ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ശരത്ത. ശരത്ത എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയില്ല അമ്മ ഇപ്പോ. അതിൽ നിന്ന് എന്നാ ഒരു മോചനം ഉണ്ടാവാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. ശരത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം. എങ്കിലേ ഈ വീടിന്റെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു വരും. എടി പാർവതി, ജോലി നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവള് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ജോലി കിട്ടിയാൽ ഉടനെ ഇവിടുന്ന് താമസം മാറാനാ തീരുമാനം. അത് സമ്മതിക്കാവോ? നമ്മുടെ സുതിമോന്റെ ജീവന്റെ വിലയല്ലേ ആ ജോലി. അതും വാങ്ങിക്കൊണ്ട് അവളെങ്ങോട്ടെങ്കിലും പോയാ പിന്നെ നമ്മളാരാ? സമ്മതിക്കരുത് പാർവതി. ഇവിടുന്ന് മാറാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. കഴിഞ്ഞു ചർച്ചയൊക്കെ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ജോലി കിട്ടിയാ എങ്ങോട്ടാ മാറാൻ പോകുന്നേ? ഹോസ്റ്റലിലേക്കാണോ അതോ വാടക വീട്ടിലേക്കോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ആര് മാറുന്നു? മാറാനായിട്ട് ഞാൻ ഉപദേശിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഏട്ടത്തി അതിന് സമ്മതിച്ചിട്ടില്ല. എടി, ഇവളെ നിനക്ക് ശരിക്കും അറിയില്ല. മാറില്ല എന്ന് ഇവള് പറഞ്ഞാ മാറും എന്ന അർത്ഥം. ജോലിയും വാങ്ങി പൊടിയും തട്ടി പോവാനാ പരിപാടിയെങ്കിൽ അത് തടയാനുള്ള വഴി ഞാനും നോക്കും. കേട്ടോടി? ഞാൻ ഇങ്ങോട്ടും പോവില്ല അമ്മ. എനിക്കതിന് സാധിക്കില്ല. നീ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. ആ ജോലി ഇവൾക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പൊയ്ക്കോ. ഇല്ല, എന്റെ സുധേട്ടന്റെ ജോലി എനിക്ക് തന്നെ വേണം.